മന്ത്രിയാണിത് ആകെ കുളമാക്കിയേക്കുന്നത് ഇപ്പോഴാണ് ഇഷ്യൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാമിക റാഡിക്കൽ ആ ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയാണ് SDPI. അതിന്റെ പേരിൽ തന്നെയാണ് അവരുടെ പേരന്റ് ഓർഗനൈസേഷൻ PFI. അവരെ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്ത് പല നേതാക്കളും ജയിലിൽ നിന്ന് ഇപ്പോൾ പല ആൾക്കാർക്കും ബെയില് കിട്ടി. അതായത് ഇന്ത്യയിൽ ബാൻ ചെയ്ത ഓർഗനൈസേഷനിലൊന്ന് അതിൻ്റെ അവരുടെ പൊളിറ്റിക്കൽ സംഘടനയാണ് SDPI. ഇവർക്ക് ഇതേപോലെയുള്ള വർഗീയ ഇഷ്യൂസ് കേരളത്തിൽ കത്തിക്കാനും അതേപോലെ മുസ്ലിം പോളറൈസേഷൻ അതെൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. അതിനെ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ലീഗിലുള്ള പല ആൾക്കാരും പിന്തുണയും. കാരണം ഹിജാബിൻ്റെ ഇഷ്യൂവാണ്, മതപരമായ സംഭവങ്ങളാണ്. അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനകത്തും വലിയൊരു വിഭാഗം ഈ SDPIയുടെ ആശയങ്ങൾ, കാരണം ഇലക്ഷൻ സമയത്ത് രണ്ടു കൂട്ടർ ഒരുമിച്ച് വോട്ട് ചെയ്ത് അവരവരുടെ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കുന്ന കാര്യത്തിൽ അവരും മോശമൊന്നുമല്ല. പിന്നെ ഇതിനെ മീഡിയയിൽ കൂടെ കത്തിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. കാരണം അവർക്ക് മീഡിയ വൺ ചാനലിനുള്ള മാധ്യമം ന്യൂസ് പേപ്പറുണ്ട്. ശരിക്കും ഇതേപോലെ ഇഷ്യൂവിനെ എങ്ങനെ കത്തിച്ച് നാശമാക്കി കുളമാക്കാമെന്നുള്ളത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന മറ്റു പല ഗ്രൂപ്പുകളുണ്ട്.